ഓക്കെ. ഇത് വണ്ടി കെട്ടി വലിച്ച് ഒരു പെട്രോൾ പമ്പ് എത്തിച്ചു, കണ്ടില്ലേ? അപ്പോൾ ഗൈസ്, ഒരു സർപ്രൈസ് ഉണ്ട്. എൻ്റെ സബ്സ്ക്രൈബർ എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു ഹൈദരാബാദിൽ. അപ്പോൾ ബ്രോ എങ്ങനെ എന്നെ മനസ്സിലായി എൻ്റെ ചാനലിനെ പറ്റി? അതിന് കൊച്ചു മച്ചാൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ കൂടെ പിന്നെ കണ്ടപ്പോൾ എനിക്കൊരു പ്രത്യേക കോൺസെപ്റ്റായിട്ട് തോന്നി ബ്രോയുടെ റൈഡ് ആൻഡ് ട്രാവൽ അതൊക്കെ. പിന്നെ ചാനലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അങ്ങനെയാണെന്ന് പറയുമ്പോൾ ഒരു ലൈവിൽ വന്നിരുന്നു ഇടയ്ക്ക്. അപ്പോൾ ഞാൻ ഹൈദരാബാദാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഇട്ടായിരുന്നു എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രോയുടെ കോൺടാക്ട് നമ്പർ ഇട്ട് അങ്ങനെ വിളിച്ച് ഞങ്ങളിപ്പോൾ നൈസായിട്ട് മീറ്റായി. അതന്നെ ഭയങ്കര ഹാപ്പിനെസ്. കാരണം എല്ലാവരും ഭയങ്കരമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ എന്താ ബ്രോ ഇപ്പോൾ 10 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഓടി വന്നിരിക്കുന്ന ആൾ കാണാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നൈസായിട്ട് ചെറിയ ഫുഡ് പരിപാടിയൊക്കെ ഉണ്ട്, ഭാഗത്ത് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൊച്ചുവച്ചാൽ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. പുള്ളിക്കാരൻ ആ വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ കുറേയധികം സബ് കയറുകയും ചെയ്തത്. അതേപോലെ ഇതുപോലെ കുറേ ലവ് അഫെക്ഷനുള്ള കുറേ പിള്ളേർ അല്ലേ? പിന്നല്ല ബ്രോൻ്റെ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് നോക്കിയിട്ട് വീട് അങ്കമാലി. എന്ത് ചെയ്യുന്നു? ഞാനിവിടെ എക്സാം ഉണ്ടായിരുന്നു, അപ്പോൾ ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരാഴ്ചയുള്ളൂ ബ്രോ ഇവിടെ എത്തിയിട്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മുടെ ലൈവിൽ പുള്ളി കമൻറ്റ് ചെയ്ത്, അപ്പോഴും ബ്രോ ഞാൻ ഇവിടെ ഉണ്ട്, ബ്രോനെ കാണാൻ പറ്റുന്ന ചോദിച്ചു. നൈസായിട്ട് നമ്പർ കൊടുത്തപ്പോൾ തന്നെ വിളിച്ച് സെറ്റായി. വിളിച്ചു, എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ റിപ്ലൈ തരില്ലെന്ന് വിചാരിച്ചു. എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടി, നേരിട്ട് കാണാനും പറ്റി. ആദ്യമായിട്ട് എൻ്റെ ഒരു ഫാൻ അതിലേക്ക് ഒരു സബ്സ്ക്രൈബർ എന്നാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ബ്രോക്ക് എന്തൊക്കെയാണ് ഈ ഒരു കോൺസെപ്റ്റ് കേട്ടപ്പോൾ എന്തൊക്കെ ബ്രോക്ക് മനസ്സിൽ തോന്നിയത്? ആദ്യം ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഒരു പ്രത്യേകതയായിട്ട് തോന്നി. ഇതിനു മുമ്പ് ഞാൻ എവിടെയും കേട്ടില്ല ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ഇലക്ട്രിക് സ്കൂട്ടറിൽ പോകാന്നുള്ള ഇത്. അപ്പോൾ ആദ്യമായിട്ട് കൺസെപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ ഡൗട്ട്സ് ഒക്കെ നടക്കുമോ ഇല്ലതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റും. ഇവിടെത്തിയപ്പോൾ ഏതിലായാലും സാധിക്കുമെന്ന് മനസ്സിലായി. ഭയങ്കര ഒരു പ്രത്യേക കോൺസെപ്റ്റ്, അടിപൊളിയായിരുന്നു. റൈഡൊക്കെ അങ്ങനെ പോയി സാധിക്കട്ടെ. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ള ഏരിയ വരാൻ പോകുന്നത് ഇവിടെ നിന്ന് ഹൈദരാബാദ് ടു ഡൽഹി റൂട്ടാണ്. കുറച്ച് ഫോറസ്റ്റ് ഏരിയയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഞാനിപ്പോൾ അതിൻ്റെ പോയി കാര്യത്തിൽ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് ടീംസ് നമുക്ക് എന്താ പറയുക പോർട്ടബിൾ ജനറേറ്റർ തരാൻ നോക്കുന്നുണ്ടായിരുന്നു. ഇതേപോലെയൊക്കെ ഹെൽപ്പ് ചെയ്തോളൂ. അത് തന്നെ കുറേ ഞാൻ ബ്രോ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ അറിയില്ല. ഒരു പുള്ളി എനിക്ക് വഴി വെച്ച് കണ്ടിട്ട് കോൺസെപ്റ്റ് ചോദിച്ച് മനസ്സിലായോടെ പുള്ളി എനിക്ക് 1000 രൂപ ഫോൺ പേ ചെയ്തു. ഞാൻ പറഞ്ഞു വേണ്ട ഇല്ല ബ്രോ. പുള്ളി പറഞ്ഞത് നീതി പുള്ളിക്ക് ഫാമിലി ലൈഫിലോട്ട് മാറി. പുള്ളിൻ്റെ ആഗ്രഹങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫോൺ ആഗ്രഹം എൻജോയ് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ പല ആഗ്രഹം വീട്ടില് അച്ഛനമ്മ അനിയൻ ഞാൻ. അപ്പോൾ ഗൈസ് എനിക്ക് പിന്നെ സർപ്രൈസ് ഉണ്ട്. ഞാൻ അവനായിട്ട് പോയിരുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴും നൈസായിട്ട് അവൻ ബില്ലൊക്കെ പേ ചെയ്ത്. കഷ്ടമാണ് കേട്ടോ. എന്നെ കൊണ്ട് സമ്മതിക്കണില്ല. ശരിക്കും അതിന് അവനൊരു ട്രീറ്റ് ആവട്ടെ പറഞ്ഞാൽ ഞാൻ അവനെ പിടിച്ച് ഹോട്ടലിലേക്ക് എത്തിയത്. അവൻ വരെയൊക്കെ ഭക്ഷണം വേണ്ട. പക്ഷെ വേറെ ഉണ്ട്, സന്തോഷം വേറെ ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു മലയാളത്തിൽ സംസാരിച്ച് കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റി. ആ ഒരു സന്തോഷം വേറെയാണ്. കാരണം ഇത്ര നേരം തെലുങ്കും മറ്റേ എല്ലാം കൂടെ മിക്സ് ചെയ്ത് എന്തൊക്കെ ഒരു ഭാഷയാണ് സംസാരിച്ചിട്ടുണ്ട്. ഒരു കേല് വണ്ടി കാണാൻ കൊതിക്കുന്നുണ്ട്. സത്യം. അപ്പോൾ മച്ചാൻ ഇപ്പോൾ ഇന്ന് ഇവിടുന്ന് ബിരിയാണിയാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇന്ന് ഹൈദരാബാദിൽ നിന്ന് നമ്മൾ ഡൽഹിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നമ്മൾ ഡൽഹിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഹൈദരാബാദ് വന്നിട്ട് ഹൈദരാബാദിൽ ബിരിയാണി കഴിച്ചില്ലെങ്കിൽ, ഹൈദരാബാദിൽ നിന്ന് ചിക്കൻ ബിരിയാണി കഴിച്ചില്ലെങ്കിൽ എല്ലാവരും പറയില്ലേ ഹൈദരാബാദിലും പോയിട്ട് എന്തുകൊണ്ട് ചിക്കൻ ബിരിയാണി ഇവിടെ കഴിച്ചില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇന്ന് ചിക്കൻ ബിരിയാണി കഴിച്ച് ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞിട്ട് നേരെ ഡൽഹിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഹൈദരാബാദ് വിടുന്ന മുമ്പ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് കയറിയിരിക്കുന്നത് ഈ ഹോട്ടലിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേന്ന്. അപ്പോൾ ഗൈസ് നമുക്ക് ബിരിയാണി വന്നിട്ടുണ്ട്. ബിരിയാണി എത്തി. അതിൻ്റെ കൂടെ കുറച്ച് ഗ്രേവി ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. സാധനം സൂത്രം തോന്നുന്നു. നമുക്കിത് കഴിച്ച് നോക്കാം. ഗൈസ് നമ്മൾ നാട്ടിലുള്ള ഗോളി സോഡ, അതിൻ്റെ വേറൊരു ഫ്ലേവർ ഐറ്റമാണ് അവർ ഷോക്കാർ കൊണ്ടുവന്ന് നമുക്ക് തന്നത് കേട്ടോ. അത് ഭയങ്കര കയറിക്കാം. പെട്ടെന്ന് യൂട്യൂബിൻ്റെ വീഡിയോസ് കയറപ്പോൾ അവർ പെട്ടെന്ന് അതിലേക്ക് കയറിയുണ്ട്. അപ്പോൾ ഞാൻ ഫുഡ് എടുത്ത് നോക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് ഹൈദരാബാദിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡൽഹിയിലോട്ട് പോകും. ഏകദേശം 1500 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ലാസ്റ്റ് ചാർജിങ് പോയിന്റിൽ വണ്ടി ചാർജ് ചെയ്യാൻ കുത്തിയിരിക്കുന്നതാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങനെ നമുക്ക് ചാർജിങ് പോയിന്റും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ വഴിയുള്ള കടകളിലും വീടുകളിലൊക്കെ ചാർജ് ചെയ്തൊക്കെ വേണം പോകാനായിട്ട്. പിന്നെ ഏറ്റവും റിസ്ക്കുള്ള റോഡാണ് ഇനി ഞാൻ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. കാരണം ഡൽഹിയിലോട്ട് പോകുമ്പോൾ അറിയാമല്ലോ
അപ്പോൾ കളവും പരിപാടി എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഏറ്റവും റിസ്ക്കുള്ള റൂട്ടിൽ കൂടെ ഇന്നേ ട്രാവൽ ചെയ്യണം. ഇന്നെയാണ് ശരിക്കും അതിൻ്റെ ട്രാവലിൽ ഏറ്റവും റിസ്കിയസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൂടെ ഉണ്ടാകുന്ന വിചാരത്തിൽ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ഭയങ്കര മെൻ്റൽ സപ്പോർട്ട് ഉണ്ടാകും. കാരണം നിങ്ങളെല്ലാവരും കമൻസും ഇതൊക്കെ വായിക്കുമ്പോൾ മെൻ്റലി ആണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് അപ്പാവുന്നുണ്ട്. കാരണം ഇത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ പിന്നെ നിങ്ങളെല്ലാവരും ഭാഗത്തുനിന്നുള്ള കമൻറ്റും സപ്പോർട്ട് കാണുമ്പോൾ പിന്നെ മോട്ടിവേഷൻ കൂടി വരുന്നത്. വെയിറ്റ് ചെയ്യാം. ഒരു ചേട്ടൻ പാവം തള്ളിക്കൊണ്ട് പോകണം. ചവിട്ടി തന്നോ? ഐ വിൽ പുഷ്. ഓക്കെ ഓക്കെ. അത് കൊടുക്കണം. നീ എന്നെ കട്ട് ചെയ്യാനൊന്നുമില്ല. ഓക്കെ. ഇത് TVS 50 ആടാ. അതാണ്. തിരിഞ്ഞ് നോക്കി എടുക്കും. ഓക്കെ. ഇതിനെ കോള് കട്ട് ചെയ്തോ കേട്ടോ. ഇത് അവിടെ തന്നെ ഓക്കെ. How many kilometers pump? Petrol pump? Complaint? Speed തരാം. ഓക്കെ. ബൈ ടേക്ക് കെയർ. അപ്പോൾ മച്ചാന്മാർ നമ്മളിപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ ചാർജ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ നമുക്കിവിടെ നല്ല ഫുൾ സപ്പോർട്ട് തന്ന് നമ്മൾ വണ്ടി ഫുൾ ചാർജ് ചെയ്തു. നമുക്ക് വെള്ളം കുടിക്കാനുള്ള വെള്ളവും സാധനവും മേടിച്ചു തന്നു. ഈ അങ്കിളാണ് ഇതിൻ്റെ ഓണർ, റൈറ്റ്? അപ്പോൾ ലെറ്റ് മീ ഞാൻ ചോദിച്ചു നോക്കട്ടെ പുള്ളിയുടെ അഭിപ്രായം. So can you say about the concept which I am doing now? Like what do you feel about the concept which I am doing? It's really fun and we are exciting as well. You never seen like this electric scooty. They're traveling from Kerala to Ladakh. I've seen on petrol bikes and all the bikes, but not on this. This guy, Santosh Kumar. So they all of us supporting me and എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്ത് ഭയങ്കരമായിട്ട് കൂടെ ഇരുന്ന് നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്ത് നമ്മളിപ്പോൾ ഇന്ന് രാത്രി ഒരു സ്ഥലത്തും കൂടെ ഇന്ന് രാത്രി ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി ചാർജ് കുറഞ്ഞു പോയി രാത്രി വരുന്ന സമയത്ത്. ഇപ്പോൾ വണ്ടിയുടെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റേഞ്ച് എല്ലാം കട്ടായി. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇവിടെ ധാബയുണ്ട്. അപ്പോൾ അവിടെ വന്ന് നമ്മളിപ്പോൾ വണ്ടി ചാർജ് ചെയ്തിട്ട് ചേട്ടന്മാർ നമ്മളെ ഹെൽപ്പ് ചെയ്ത് അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് രാത്രി കുറച്ചും കൂടി ഡിസ്റ്റൻസ് മുമ്പോട്ട് പോകും. Can you tell the place name? This place name is Nirmal Bypass, Adlabad district, Koretkal village. Our dhaba name is UP Dhaba. മച്ചാന്മാർ ഞാനിവിടെ ഫുഡ് കഴിച്ചായിരുന്നു. ഇത് ഫുഡ് ഇറ്റ്സ് ഓസം. നല്ല ഫുഡാണ്. പിന്നെ അത് മാത്രമല്ല ഇത് കണ്ടില്ലേ ഇത്രയും വണ്ടികൾ ഇവിടെ വന്ന് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോണത്. അപ്പോൾ 24 hours ഉണ്ട്. നിങ്ങൾ ഈ വഴി കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വെച്ച് ഇവിടെ കയറാം. ഇവർ ഭയങ്കര ദേ ആർ ഗിവിങ് മെൻ്റൽ സപ്പോർട്ട് ആൻഡ് ദേ ആർ പ്രൊവൈഡിങ് എവരി ഫെസിലിറ്റി. എല്ലാ ഫെസിലിറ്റിയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്കിവിടെ റേഞ്ച് ഇല്ലായിരുന്നു. അപ്പോൾ അവർ ഹോട്ട്സ്പോട്ട് ഷെയർ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഫോൺ പേ വെച്ച് പൈസ അടച്ചതും. അത് മാത്രമല്ല ഫ്രണ്ട്സിനെ വിളിക്കാനൊക്കെ പറ്റിയത്. അപ്പോൾ താങ്ക് യു ഭയ്യ. ഗായ്സ് ഞാനപ്പോൾ വണ്ടി ഇന്നലെ രാത്രി ഒരു ഹോട്ടലിലാണ് നമ്മൾ ടെൻ്റ് അടിച്ചത്. കുറച്ച് വിശേഷമൊക്കെ പറയാനുണ്ട്. പക്ഷേ മുമ്പായിട്ട് ടെൻ്റൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. അപ്പോൾ ടെൻ്റ് ഇവിടെയാണ്. ഇത് സ്കൂട്ടറെ മൂടിയിട്ടുണ്ട്. ചാർജർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ 5:30 ആയിട്ടുള്ളൂ. ഞാൻ അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒന്ന് പാക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് വിശേഷം പറയാനും കേട്ടോ. ഇന്നലെ ഇപ്പോൾ നമുക്ക് ചാർജ് തീർന്ന് നമ്മൾ പഞ്ചാബി ധാബയിലോട്ട് തള്ളി കയറ്റി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഭയങ്കര നല്ല വൈബ്. കാരണം അവിടെ ഒരു പിറ്റ്ബുളിൻ്റെ കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ അതായിട്ട് ഭയങ്കര കളിയൊക്കെയായിരുന്നു പിറ്റ്ബുൾ വന്നിട്ട്. അതുപോലെ തന്നെ ആ പുള്ളിക്കാരൻ അവിടുത്തെ പഞ്ചാബി പുള്ളിക്കാരൻ അവിടെ അത്യാവശ്യം പ്രാവുകളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നു. പ്രാവുകൾ എത്ര പ്രാവെന്നറിയും. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് അവിടെ നിന്ന് ചാർജ് ചെയ്തതിന് ശേഷം പിന്നെ രാത്രി കണ്ടിന്യൂ ചെയ്ത് രാത്രി വേറൊരു പെട്രോൾ പമ്പിൽ കിടന്ന് ഉറങ്ങി. അതിന് ശേഷം ഇന്ന് രാവിലെ വന്നിട്ട് നമ്മളിപ്പോൾ ട്രൈപ്പിളും രണ്ടാമത് ട്രാവൽ എന്താടാ
എന്നടാ കളിക്കാനടുത്ത് നാഗ്പൂറുള്ള ഒരു ഹൈവേ സൈഡിലുള്ള ഒരു പെട്രോൾ പമ്പിൽ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി. രാവിലെ നാഗ്പൂർ എത്തിയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഒരു ഫോറസ്റ്റ് റൂട്ട് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ ഒരു വെയിറ്റ് റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ കഴിച്ചു, പൂരി കറിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഒരു ബെഞ്ചുണ്ട്, ബെഞ്ചിലൂടെ വെയിറ്റിങ്ങിലാണ്. ഇവിടെ അത്യാവശ്യം ചെറിയ തണലുകൊണ്ട് സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നൈസായിട്ട് ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് കമ്മിക്കാൻ ഒരാളെ കിട്ടും. കണ്ട, അതാണ് ജംബോ. ജംബോ എന്താ ജംബോ? എന്താ ജംബോ? എന്താ ജംബോ? എന്താ ജംബോ? കണ്ട, അങ്ങനെ എനിക്കിവിടെ പ്രൊട്ടക്ഷനായിട്ട് ഒരു ജംബോ ഉണ്ട്. നമ്മുടെ ഒരു ലാബർ ഡോഗ് എത്തിപ്പെട്ട ഒരാളെ കിട്ടിയിട്ടുണ്ട്. എന്താടാ? അയ്യോ, മേത്തിരിക്കണ്ട. ജംബോ ഇതാണ്. അപ്പോൾ ജംബോ കേട്ടു ടാറ്റാ ടാറ്റാ ടാറ്റ പറഞ്ഞപ്പോൾ ജംബോ പോയി. അങ്ങനെ ഞാൻ വീണ്ടും പെട്ടു മീൻസ് ഇന്നലെ ഞാനൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ലൈവ് വന്നിട്ട് നിങ്ങളോട് പറഞ്ഞായിരുന്നു ഞാൻ വണ്ടി ചാർജ് ചെയ്ത് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഞാൻ പെട്ടു. പക്ഷെ ഇന്ന് ഞാൻ പെട്ട സ്ഥലം കുറച്ച് ഇടങ്ങേറ മാത്രം. കണ്ടോ, ഹൈവേ ആണ്. ഈ എന്താണെന്ന് അറിയുമോ ഈ സൈഡിങ് മറച്ചിടുന്നത്? ഇത് റിസർവ് ഫോറസ്റ്റ്, ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. ഈ ഫോറസ്റ്റ് ഏരിയയിൽ മൃഗങ്ങളൊന്നും ചാടി ഇപ്പുറത്തേക്ക് വായിക്കരുത്. നമ്മൾ ഇവിടെ ചാടി അപ്പുറത്തേക്ക് വായിക്കാൻ വേണ്ടിയാണ് ഈ ഷീറ്റ് മറച്ചിടുന്നത്. ഈ ഹൈവേ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. വണ്ടിയുടെ ചാർജ് കണ്ട തീർന്നു. വണ്ടി ചാർജ് തീർന്നിട്ട് ഇപ്പം എൻ്റെ കിരൺ നമുക്കൊരു ലൊക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു. ആ ലൊക്കേഷൻ അനുസരിച്ച് ആണെങ്കിൽ 1.2 കിലോമീറ്റർ 1.3 കിലോമീറ്റർ നമ്മൾ തള്ളയാണെങ്കിൽ മിക്കവാറും അവിടെ പോയി ചാർജ് ചെയ്യാൻ പറ്റുന്ന വിശ്വാസം. അപ്പോൾ ഇനി തള്ളാൻ പോണേ ഒട്ടും പ്രതീക്ഷയില്ല. പണി കിട്ടി. ഇനി ആവട്ടെ, നമുക്ക് എന്തായാലും തള്ളി നോക്കാം. ഗായ്സ്, അങ്ങനെ വണ്ടി കെട്ടി വലിച്ച് ഒരു പെട്രോൾ പമ്പ് എത്തിച്ചു. കണ്ടില്ലേ, ആ സ്ഥലത്ത് പെട്ടായിരുന്നു. കാരണം നിറയെ കുരങ്ങന്മാർ വന്നു, മഞ്ഞലമ്പാണ്. അപ്പോഴും അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ സമയത്താണ് പെട്ടെന്ന് ദൈവദൂത പോലെ ചേട്ടനും പിള്ളേരും വന്ന് അവരെന്നെ വണ്ടി കെട്ടി വലിച്ച് ഇവിടെ എത്തിച്ചു. So what do you think about my trip? You're doing a absolute madness thing, bro. Which is out of limits. Yeah. No one can imagine to do that except you. And I think no one will be doing that also. Yeah. So, kudos to you, bro. Thank you, Wonderful, bro. So what do you think about the other? Like they should have helped you in whatever they could do. They didn't help you means it's kind of heart-soothing thing, bro. Yeah, because they are telling that it's only a city life vehicle. We are not promoting it as a long drive vehicle. Yeah. So this is completely a city-based bike, and you are expecting you're taking it all over the country. Yeah. From top to bottom you're covering, from north to south. Yeah. That is really amazing of you, bro. Thank you, bro. I think Aether should also make some notice from your channel and help you in any which ways, like ordering a portable generator as well. Yeah. If they could do, this is a super amazing bike. Thank you. Yeah, it's a acha quality. Acha This much quality. kilometer, no noise, no nothing. It's pakka. Nothing. It's working. It's standing still strong means that's a really good brand. Yeah. But according to, they should promote themselves. We are only trying to promote them. Yeah. But they are not giving a backup means. Yeah, that's a problem. I'm also facing because they told me that they can't even spend a single pie on me. See, they can only provide me some kind of service. That thing. So we can only do that. Yeah, because I am taking all the risk through now also the forest area. See, the forest area is the big challenge. You can get petrol stations anywhere in the world. Yeah. Like in the forest, in the middle of the nowhere, you're stuck. And now also I got stuck. Now also you're stuck only, like for the remaining 4 hours. Yeah. That's really amazing, bro. Thank you, bro. Your name, bro? My name is Alan. Please subscribe to backbencheralan. Yeah, thank you. അപ്പോൾ ഗൈസ്, ഏറ്റവും കൂടുതൽ എനിക്ക് കഴിഞ്ഞ ഹെൽപ്പ് കിട്ടി കഴിഞ്ഞ 3 ദിവസങ്ങളാണ്.
ദൈവദൂതനെ പോലെ പല ആളുകളും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഇന്ന് തന്നെ ആ ഫോറസ്റ്റ് റൂട്ടിൽ പെട്ടുപോയ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ മുമ്പോട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ ബൈക്ക് കൊണ്ട് നിർത്തി. പുള്ളി 2 പിള്ളേരുണ്ടായിരുന്നു പുറകിൽ. പുള്ളി ആദ്യം പെട്രോൾ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പെട്രോൾ അല്ല ഇത് ഇലക്ട്രിക് വണ്ടിയെന്ന് പറഞ്ഞ് പുള്ളി മുമ്പോട്ട് പോയി. അതിന് പുള്ളി തിരിച്ച് വന്നിട്ട് പറഞ്ഞു ഇന്ന് 5 കിലോമീറ്ററോ 2 കിലോമീറ്ററൊക്കെ ഇനി അധികം എന്താ പറയുക സംഭവങ്ങളൊന്നും ഇല്ല. അവർക്ക് കാര്യം ചെയ്യുമ്പോൾ അതിനെ നമുക്ക് കെട്ടി വലിക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി കെട്ടി വലിച്ചു. എന്നെ കൊണ്ടുവന്ന് പെട്രോൾ പമ്പിലാക്കി സേഫാക്കിയിട്ട് പുള്ളി പോയത്. പുള്ളിക്ക് ക്യാമറ മുമ്പിൽ വരാൻ ചെറിയ മടിയുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല നമ്മൾ റെക്കോർഡായി വീഡിയോയിൽ ഗോപ്രോ ക്യാമറ റെക്കോർഡായി ടൈം ലാപ്സ് ആയിട്ട് റെക്കോർഡായത്. അതുകൊണ്ട് തന്നെ പുള്ളി ഫേസ് കാണിക്കാൻ പറ്റത്. കാരണം പുള്ളിക്കാരനും താല്പര്യമില്ല. പുള്ളിനോട് പൈസയൊന്നും വേണ്ട, ദൈവം ഇതെല്ലാം കാണില്ലേ, നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേറെ ദൈവമായിട്ട് വന്നോളൂന്ന് ഇതിൽ പറഞ്ഞത് പുള്ളി ഇത് അവസാനിപ്പിച്ചത്. ലൈക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ആരൊക്കെ എങ്ങനെയൊക്കെയോ ഭയങ്കര ലവിങ് ഹാർട്ട്സ് അല്ലാതെ അതുപോലെ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ചിന്തയുള്ള പല ആളുകളും നമ്മുടെ ഈ ഭൂമിയിൽ ഇപ്പോഴും ഉണ്ട്. അത് സെൻറ്റായി പോയിട്ടില്ല. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ മച്ചന്മാർ നമ്മളിപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളോടൊക്കെ വേറെ ഞാൻ പറയാനുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മുമ്പോട്ട് ഏകദേശം ഒരു 900 കിലോമീറ്ററോളം ഡൽഹിയിലോട്ടുണ്ട്. പക്ഷേ എല്ലാ റൂട്ടിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന അവസ്ഥയില്ല. കാരണം എല്ലായിടത്തും സെയിം ഒരു സിറ്റുവേഷൻ തന്നെ, സെയിം റോഡ് സെയിം അതായത്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയ കാഴ്ചകൾ കുറവായുണ്ട്. ഇതുപോലെ ആരെങ്കിലൊക്കെ എന്തെങ്കിലും ഞാൻ പെടുകയാണെങ്കിലും ആരെങ്കിലൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അത് ഉറപ്പായിട്ടും വീഡിയോ എടുത്തിരുന്നായിരിക്കും. അതുവരെ അപ്പോൾ ഒരു 3-4 ദിവസത്തേക്ക് വീഡിയോസ് കുറവായിരിക്കും. ആഗ്രഹം എത്തിയിട്ട് താജ്മഹൽ അതൊക്കെ ഷൂട്ട് ചെയ്ത് ഇടുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണം മച്ചന്മാരെ. നിങ്ങൾ ആരും പിണങ്ങി പോരുത്. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് കൂടുതൽ വീഡിയോസായിട്ട് കാണാം. അതുവരെ ബൈ മച്ചന്മാരെ.